മക്കളെ, നിങ്ങളോട് ഒരു ചെറിയൊരു കഥ പറയട്ടെ. മുന്നേ കുറേ കാലങ്ങൾക്കൊക്കെ മുന്നേ ഒരു കുട്ടി എൻട്രൻസിന് പഠിക്കാൻ പോയത്, നിങ്ങളെ പോലെ തന്നെ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടെ പോയതാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങ് കൂടി. ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഇടയിൽ അവർ പഠിക്കാനങ്ങ് മറന്നുപോയി. ഇങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലിങ്ങനെ ഇരിക്കുക. ക്ലാസ്സിൽ അവർ പഠിക്കാനൊന്നും എടുക്കണമെന്നല്ല, ക്ലാസ്സിലേക്ക് നന്നായിട്ട് ഉഴപ്പി നടക്കുന്ന സമയം. ഒരു ദിവസേ പെട്ടെന്ന് ക്ലാസ് റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ 2 പേര് വന്നു. ക്ലാസ് ടീച്ചറും കൂടെ വന്നിട്ട് ക്ലാസ്സിൽ ആ കുട്ടീൻ്റെ പേരെടുത്ത് വിളിച്ചു. അപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന അധ്യാപകൻ പറഞ്ഞു, മോനെ, എൻ്റെ നാട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകാൻ 2 പേര് വന്നിട്ടുണ്ട്, മോൻ അവരുടെ കൂടെ പോയിക്കോളൂ. എന്താ കാര്യം എന്നറിയില്ല. കുട്ടി ക്ലാസ്സിൽ നിന്ന് വല്ലാതെ ഒന്ന് ഞെട്ടി. അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞു, എടാ വാടാ, നിങ്ങളെൻ്റെ കൂടെ വരുമെന്ന്. അപ്പം ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ പറഞ്ഞു, മോനെ, അവർ ക്ലാസ്സിൽ പഠിക്കട്ടെ, നിന്നെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, മോനെ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ജീപ്പിലാണ് വന്നേക്കും. കുറേ സ്ഥലങ്ങൾ കഴിഞ്ഞിട്ട് വേണം അവൻ്റെ വീട്ടിലെത്താൻ. പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, അപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, എന്താ കാര്യം എന്താ? അപ്പോൾ പറഞ്ഞു, പാപ്പക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, വേറെ കുഴപ്പമൊന്നുമില്ല, പാപ്പക്ക് എൻ്റെ മോനൊന്ന് കാണാൻ പറയുന്നുണ്ട്, അങ്ങനെ മോനൊന്ന് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ജില്ലകളും ഇങ്ങനെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോവാണ്. അതിൻ്റെ ടെൻഷൻസ് കൂടുകയാണ്. അവസാനെല്ലാം കൂടെ എൻ്റെ നാട് കോഴിക്കോടിൽ കുറ്റിയാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു ഏരിയയിലാണ്. അങ്ങനെ വണ്ടി വീണ്ടും കോഴിക്കോടും കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്തെത്തിയപ്പോൾ അവർ വീണ്ടും ആ വണ്ടിയിലുണ്ടായിരുന്നവർ 2-3 കോളുകൾ ചെയ്യുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, ഇല്ല വാപ്പ ഇവിടെ തന്നെ ഉള്ള മെഡിക്കൽ കോളേജിലല്ലേ ഉള്ളത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വാപ്പാനെ, അല്ല മോനെ, വാപ്പാനെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് വാപ്പാനെ വിളിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവർ പറഞ്ഞു, കുഴപ്പമില്ല, അവിടെ പോയിട്ട് സംസാരിക്കാമല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, വാപ്പാൻ്റെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോയി. വണ്ടി അവരുടെ വീടിനടുത്തെത്താനായി. വീടിനടുത്ത് വണ്ടി എത്താൻ തുടങ്ങുമ്പോഴേ അവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ നിരനിരാ നിർത്തിയിട്ടേക്കുന്നുണ്ട്. അപ്പോഴേക്ക് തന്നെ ഈ വണ്ടിയിലിരിക്കുന്ന കുട്ടിക്ക് ആകെ വെപ്രാളായി. അവനെന്താ ചെയ്യണ്ടേന്ന് തിരിയുന്നില്ല. വണ്ടി ഒന്ന് സ്ലോ ആയപ്പോഴും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുകയാണ്. മുന്നോട്ടേക്ക് കുറേ ഓടി. അവൻ്റെ വീട്ടിലേക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വീടിരിക്കും. അവൻ ഓടുമ്പോൾ എല്ലാവരും അവനെങ്ങനെ നോക്കുക. ആൾക്കാർ ആരൊക്കെയോ വന്ന് അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. കുറേ ആളുകൾ കൂടി നിൽക്കുന്നതിനിടയിലേക്ക് അവൻ മെല്ലെ ഇങ്ങനെ പോയി. അവിടെ അവൻ അതിൻ്റെ തലേ ദിവസം പോലും ഫോണിൽ അവനോട്, മോനെ സംസാരിക്കാൻ കുറച്ചുണ്ട്, മോൻ വാപ്പേൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം അപ്പാക്ക് വേണ്ടിയിട്ട്, അപ്പം നിങ്ങൾ വെച്ചോ, അപ്പം എനിക്കിവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ഫോണ് വെച്ച മോന് അവിടെ കാണുന്നത് അവനെ എല്ലാം വസിപ്പിച്ച് കിടത്തിയേക്കാണ്. അവനവൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും എന്താ ചെയ്യണ്ടേന്ന് തിരിയുന്നുണ്ടായിരുന്നില്ല. അവൻ ഓടിപ്പോയി വാപ്പാനെ, വാപ്പ ഒന്നും നോക്ക്, ഒന്നും നോക്ക്, എന്നോട് വീണ്ടും കണ്ട് എന്നോട് വീണ്ടും എനിക്ക് അപ്പം എന്നോട് ഒന്നിക്കും സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് പാപ്പാനോട് സംസാരിക്കണം, പാപ്പ പ്ലീസ് എനിക്ക് സംസാരിക്കണം, മോനോ ഒന്നിനോട് സംസാരിക്കുക. ആരൊക്കെയോ ആ കൂട്ടത്തിൽ നിന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. മോനെ കരയില്ലടാ, വാടാ, നീ ഒന്നിവിടെ ഇരിക്കേ, നീ എന്താണ് ഇങ്ങനെ കരയുന്നേ, വന്നിരുന്നേ, മോനെ പറയുന്ന കേക്ക്, നീ ഇങ്ങോട്ട് വന്നിരിക്കേ. ആരൊക്കെയോ നമ്മളെ പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നല്ലേ.
അതിനിടയിലും അന്ന് എപ്പോഴൊക്കെ വീട്ടിൽ പോയ സമയം അപ്പ ഒന്ന് സംസാരിക്കാൻ വരുമ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓരോന്ന് ഓർത്തോർത്ത് കരയാൻ തുടങ്ങിയല്ലേ. അവസാനം എല്ലാം കഴിഞ്ഞ് അപ്പൻ്റെ വൈകിയത്തെടുക്കുന്ന സമയമായി. എല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങി. അവസാനം വീട്ടിലെവിടേക്കോ ഒറ്റയ്ക്കാകുന്ന പോലെ ഇപ്പോഴും പലതും ഓർക്കാനുണ്ടല്ലേ. അന്ന് വീട്ടിലേക്കൊന്ന് ലീവിന് വന്ന് കയറും എന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ വരുന്നു. അപ്പന് ഓർമ്മ വരുന്നല്ലേ. കുറെ നമ്മളെ പേര് വിളിച്ചു വരുമ്പോൾ നമ്മളവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതിരുന്നല്ലേ. എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന നമ്മളെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പാനെ കേൾക്കാൻ നിന്നില്ലല്ലോ. എന്നോട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പാപ്പാനെ തിരിച്ചതുപോലെ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പനാഗ്രഹമില്ലേ. പാപ്പ എന്നോട് ഒരു കാര്യം മാത്രമല്ല ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. പഠിച്ച് നല്ല ഡോക്ടറെ പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പൊ പോലും കുറെ കുട്ടികളെ പഠിപ്പിച്ച് അപ്പാൻ്റെ അടുത്ത് കുറെ ആൾക്കാർ അപ്പ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. വാപ്പ ധാരണ അവർക്ക് നല്ല നിലക്കെത്തിയെന്ന് പറയുമ്പോൾ പോലും വാപ്പാണ് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. പഠിക്കണോടൊപ്പം എനിക്ക് പഠിക്കണം. പാപ്പൊക്കെ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുമോയപ്പാ. ഉറപ്പായിട്ട് ഞാൻ പഠിക്കും. മാക്സിമം എൻ്റെ അടുത്ത് ഞാൻ പഠിക്കും. അപ്പാൻ്റെ മോനെ അപ്പാൻ്റെ അടുത്ത് വരുന്നോലെ മുന്നേ ഡോക്ടറായിട്ട് വാപ്പ ഞാൻ വരും. ഡോക്ടറായിട്ട് വാപ്പാൻ്റെ അടുത്തേക്ക് വരും. വാപ്പ എന്നോട് എന്തെങ്കിലും ഒന്ന് എന്നോട് വാപ്പൻ്റെ കൂടെ തന്നെ വാപ്പിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പാ ഞാൻ തിരിച്ചു പോയപ്പാ എനിക്ക് പഠിക്കണേ. അപ്പാ ഞാൻ ഡോക്ടറായിട്ട് തിരിച്ചു വരും. ഒപ്പം വരും. ഉറപ്പ. 7 മണികൾക്കിടയിൽ അവൻ വീണ്ടും തിരിച്ചുപോയി അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഇത്രയും കാലം അവൻ്റെ വാപ്പാടെ വാക്കുകൾ കേൾക്കാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചും ചിരിച്ച നടന്നവന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ ഫ്രണ്ട്സിന് അറിയില്ലായിരുന്നു അപ്പ നഷ്ടപ്പെട്ടു എൻ്റെ കഥയൊന്നും. അടയാ നമുക്ക് പഴയ പോലെ അടിച്ചു പൊളിക്കേണ്ടടാ ചോദിച്ചപ്പോൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. ഞാനെൻ്റെ ഒപ്പൻ്റെ മയ്യത്തെ തൊട്ടൊരു വാക്കുണ്ട്. പഠിക്കണം. വാപ്പാക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് എനിക്ക് ഡോക്ടറായിട്ട് എനിക്ക് തിരിച്ചു പോകണം. വാപ്പാക്ക് കൊണ്ട് വാക്കാതെ ഞാൻ പഠിക്കുന്നതല്ല. ഇങ്ങനെ കൂടെ നിൽക്കണം. പഠിക്കണം മുന്നോട്ടേക്ക്. ആ ഫ്രണ്ട്സ് അവൻ്റെ കൂടെ വന്നു. അവരൊന്നിച്ച് ചേർന്നു. പിന്നെയുള്ള ദിവസങ്ങൾ അവരുടെ ദിവസങ്ങൾ റൂമിൽ ലൈറ്റ് ഓഫായ ദിവസങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് സംശയം നമുക്ക് ഉത്തരങ്ങൾ പറയും. ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ ദിവസങ്ങൾ മുന്നോട്ടേക്ക് അവനെത്തിച്ചത് അവൻ്റെ വാപ്പാക്ക് കൊടുത്ത വാക്കിലേക്കായിരുന്നു. അവസാനം നീറ്റ് എക്സാമിൻ്റെ ദിവസം എല്ലാവരും കാത്തിരുന്നത് പോലെ അവനത് വലിയ ദിവസമായി. അവൻ്റെ വാപ്പാക്ക് അവൻ കൊടുത്ത പ്രോമിസാണ്. എൻ്റെ വാപ്പാൻ്റെ മയ്യത്തെ തൊട്ട് അവൻ കൊടുത്ത പ്രോമിസാണ്. അവൻ്റെ മോൻ ഡോക്ടറായിട്ട് തിരിച്ചു വരുമെന്നുള്ളത്. അവൻ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അവൻ പഠിച്ചു. ആ ദിവസം വാപ്പാനും ഉമ്മാനും മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവൻ പോയിട്ട് എക്സാം. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ദിവസം അവനവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയാൻ ഒറ്റ കാര്യം ഉണ്ടായിരുന്നു. പഠിച്ചും കാത്തട വാപ്പ കുറെ ആഗ്രഹിച്ച വാപ്പാൻ്റെ ആഗ്രഹം ഇനി എൻ്റെ നാട്ടിൽ
ഡോക്ടറാണ്, പഠിക്കാമല്ലോ. വാപ്പ ഇപ്പം കുറേ സന്തോഷിക്കുന്നുണ്ട്. വാപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു ഡോക്ടറായിട്ട് കാണണമെന്നുള്ള. എനിക്ക് വാപ്പൻ്റെ ഇഷ്ടമാണ്. ആവാൻ പറ്റിയത് അവിടെ സ്വന്തം വാപ്പാക്കും ഉമ്മക്കും വേണ്ടിയിട്ട് അവൻ്റെ ദിവസങ്ങളെ മാറ്റി എഴുതി. അവനുണ്ടാക്കിയ റിസൾട്ടുകൾ അത് അവൻ്റെ വാപ്പാക്കുള്ളതാണ്. അങ്ങനെയാണ് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആരൊക്കെയൊക്കെ ഇല്ല നമ്മുടെ വീട്ടിൽ. അവരെ ഇല്ലാതായിട്ടല്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടത്. അവരുള്ളപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇനിയും ദിവസം മാറ്റി വെക്കാൻ തയ്യാറാവുന്നത്? ഇന്ന് കഷ്ടപ്പെട്ടുകൂടെ? പഠിച്ചൂടെ നന്നായിട്ടിരുന്ന്? അവിടെ സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ തയ്യാറായി കൂടെ? ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ നോക്ക്. ദിവസങ്ങൾ മാറ്റി വെക്കാതെ ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഇനിയുള്ള ദിവസങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇവിടെ അപ്പാക്കും ഉമ്മക്കും, ഇവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലായിടത്തും ബെസ്റ്റ് ആവുന്ന റിസൾട്ട് കൊടുക്കാൻ തയ്യാറാവും. മക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ഇറങ്ങാൻ തയ്യാറാവും. ഉറപ്പായിട്ടും റിസൾട്ട് ഇങ്ങോട്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ കാണാൻ പറ്റില്ല. ഓൾ ദി ബെസ്റ്റ്. വരുന്ന ദിവസങ്ങളുണ്ട് ഇനിയും നിങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.